വെൽക്കം ടു ഡെക്കോറേസിൽ. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ ഒരു പുതിയൊരു പ്രൊജക്ട് നമ്മുടെ മണ്ണുത്തിയിൽ TBBL ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു നമ്മുടെ. അപ്പൊ അതിന്റെ പ്രൊജക്ട് കംപ്ലീറ്റ് ആയി. ഒരു 3 BHK ഒരു ഫ്ലാറ്റ് ആണ്. അപ്പൊ നമുക്ക് അതൊരു നല്ല വെറൈറ്റിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ്. നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് കിടക്കാം. ഇതിപ്പോ നമ്മുടെ നമ്മുടെ മെയിൻ ഡോർ തുറക്കുമ്പോൾ തന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നതാണ് നമ്മുടെ ഒരു പ്രയർ യൂണിറ്റ് ആണ്. അപ്പൊ ഈ പ്രയർ യൂണിറ്റ് പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഇതില് ഫുള്ള് ഷാർപ്പ് എഡ്ജ് ഒഴിവാക്കിയിട്ട് നമ്മൾ കർവ്ഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ട് നല്ല എലഗന്റ് ലുക്കിൽ കിട്ടുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രയർ യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സാധാരണ കേസിൽ ഇത് നമ്മൾ ലൂവർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സെയിം മൈക്ക് മാച്ച് ചെയ്തിട്ടുള്ള ലൂവർ കിട്ടാൻ അവൈലബിൾ അല്ല. ചെറിയ ചെറിയ വേരിയേഷൻസ് എപ്പോഴും ഉണ്ടാവും. അപ്പൊ നമ്മള് ഇപ്പൊ എല്ലാ പ്രൊജക്ട് ചെയ്യാൻ ഇപ്പൊ നമ്മൾ തന്നെ ലൂർ നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാണ്. അതേ സെയിം മൈക്കയില് നമ്മള് അതേപോലെ തന്നെ 30 സെന്റിമീറ്റർ തിക്നെസ് 17 mm വിട്ടിലേക്ക് ആയിട്ട് നമ്മള് ബീഡിങ്സ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ലൂർ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരൊറ്റ ഫിനിഷിൽ തന്നെ എല്ലാം കവർ ചെയ്ത് പോണത്. അതുകൊണ്ടാണ് ഇത്ര ഭംഗി നമുക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ചെറിയൊരു ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏരിയ വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ മിനിമം ഏരിയയിൽ മാക്സിമം കവറേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ പ്രയർ ഏരിയ. അപ്പൊ ഇതിന്റെ അടിയിൽ നമുക്ക് സിറ്റിംഗ് സ്പേസ് ഉള്ളത് കൊണ്ട് നമുക്ക് അധികം ഡിസൈൻസ് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഉള്ള ഡിസൈൻ നമുക്ക് മാക്സിമം നല്ല രസത്തിൽ നമ്മൾ ഈ ഒരു ഏരിയനെ നമ്മൾ ഇതിങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഒരു 2 സീറ്ററും ഒരു 3 സീറ്ററും സെറ്റ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നമ്മൾ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഏരിയ ആണ് ഇവിടുത്തെ TV യൂണിറ്റ്. അത് ഇതിനോട് തന്നെ കണക്ട് ചെയ്തുകൊണ്ട് പ്രയർ യൂണിറ്റ് മാച്ചിങ് ആവുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ ഇതും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കർവ് ചെയ്തിട്ട് വളരെ ക്യൂട്ടായിട്ട് ഇപ്പൊ ഈ സാർ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു ഡിസൈനാണിത്. ഇത് വന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു മോഡലാണ്. അതായത് നമ്മൾ എൻട്രി ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഷാർപ്പ് എഡ്ജ് വന്നായി നമ്മുടെ കാലുമേക്ക് മുട്ടാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ഇതുപോലെ കർവ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. വളരെ ക്യൂട്ടായിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനാണിത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ലെഡ്ജ് കൊടുത്ത് കാര്യങ്ങൾ ഡിസൈൻ ചെയ്തത് വാൾ മൗണ്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി നിൽക്കണേ. വാൾ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഈക്വൽ ചെയ്ത് അതായത് പോലെ നിൽക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ പില്ലറാണ്. ഈ പില്ലറിനെ നമ്മൾ ഹൈലൈറ്റ് ആവാവുന്ന രീതിയിൽ ഒരു ഹൈലൈറ്റ് ഏരിയ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതുപോലെ തന്നെ ലൂവേഴ്സ് കൊടുത്ത് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റൈല്. അപ്പൊ അതിനും നമ്മൾ ഇതിനെ കവർ ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഡൈനിങ് ഏരിയ ആണ്. ഇത് ഏരിയ സ്പേസ് കുറവുള്ളതുകൊണ്ട് 6x3 ഉള്ളൂ സൈസ്. 6x3 ഇപ്പോൾ 6 ചെയർ വരാവുന്ന രീതിയിലുള്ള സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഏരിയ. അതുപോലെ തന്നെ ഇതാണ് ബാൽക്കണി കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമ്മൾ ഒരു ക്രോക്കറി കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് തന്നെ ഗ്ലാസ് പോർഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ബേസിക് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഡ്രോസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ 4 ഡോറുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ക്രോക്കറി സെക്ഷൻ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് ലിവിംഗിൽ നിന്ന് നമ്മൾ ബെഡ്റൂമിലേക്ക് പോകുന്ന പാസേജ് ഏരിയ ആണ്. അപ്പൊ അതിന്റെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഈ വാഷ് ഏരിയ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ അതിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ മിറർ, സിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ബേസിനും കാര്യങ്ങൾ കൊടുത്തു. ഇനിയിപ്പോൾ ഇത് റോബോട്ടിക് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഡ്രോ, പിന്നെ അതിന്റെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഈ ഒരു ഏരിയ നമുക്ക് 2 പർപ്പസ് ഉണ്ട്. ഒന്ന് നമുക്ക് അയണിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്ത് പർപ്പസ് ആയിട്ട് മൾട്ടിപർപ്പസ് ആയിട്ടൊരു കൗണ്ടർ ടോപ്പ് പോലെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത പോലെ ബെർത്തിൽ നമ്മൾ സ്റ്റോറേജ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാസേജ് ഏരിയയിൽ മാക്സിമം ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ 3 ബെഡ്റൂമിലേക്കും പോകുന്ന ഒരു ജംഗ്ഷൻ ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയൊരു സ്പേസ് നമുക്ക് ഇതിൽ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഒരു ചെറിയൊരു ഈ മെമന്റോസ് കാര്യങ്ങള്, കുട്ടികളുടെ ട്രോഫികൾ കാര്യങ്ങളൊക്കെ വെക്കാവുന്ന, അതുപോലെ ബുക്ക് ഷെൽഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മൾട്ടിപർപ്പസ് ഒരു യൂണിറ്റ് പോലെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നമുക്ക് ഷാർപ്പ് എഡ്ജിലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും നമ്മൾ കർവ് ചെയ്ത് കൊടുത്തേക്കാണ്. ഇതുപോലെ നല്ല ഷാർപ്പ് എഡ്ജ് വരെടുത്ത് നമ്മൾ നന്നായി നല്ല കർവ് കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് ഈ എഡ്ജ് കാര്യങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ പാസേജ് ചെയ്ത് പോകുമ്പോൾ
തട്ടിയാലും വരെ കുഴപ്പങ്ങൾ വരില്ല. അതല്ലെങ്കിൽ നമുക്ക് ഷാർപ്പ് എഡ്ജ് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഒക്കെ ബുദ്ധിമുട്ടാണ്. ഇത് മെയിൻ ജംഗ്ഷൻ ഏരിയ ആണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഈ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത്, കർവ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ നടന്ന് പാസ് ചെയ്ത് പോയാൽ നമ്മുടെ മേത്ത് മുട്ടില്ല. മറ്റേതാകുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ ഷാർപ്പ് കൈമേക്ക് ആയിരിക്കും മുട്ട, നമ്മുടെ ഇതിലേക്ക് നമുക്ക് മുട്ട് കാലിന്റെ ഒക്കെ ഇതിലേക്ക് മുട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ആ ഒരു ഏരിയയിലാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. അപ്പൊ ഇതിന് നമ്മൾ കോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടത്. പ്രോ ലിഫ്റ്റിംഗ് ആയിട്ടുള്ള കോട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ കുഷ്യനിങ് കാര്യങ്ങളൊന്നും ആൾ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കിപ്പോ സിമ്പിൾ ആയിട്ടൊരു ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വാൾ മൗണ്ടഡ് ടൈപ്പാണ് ഇതിന്റെ സൈഡ് ടേബിൾ കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ക്ലീനിങ് കാര്യങ്ങൾ റോബോട്ടിക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലീനിങ് പർപ്പസിനൊക്കെ ഉദ്ദേശിച്ചിട്ട് നമുക്ക് ഈ വാൾ മൗണ്ടഡ് 2 സൈഡ് ടേബിൾ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഫ്ലാറ്റിലേക്ക് ആകുമ്പോൾ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വളരെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു സ്പേസ് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോട്ടിന്റെ അടിയിൽ നമ്മൾ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പ്രോ ലിഫ്റ്റിംഗ് കൊടുത്തിട്ട് നമ്മൾ കോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ എഡ്ജ് നമ്മൾ വളരെയധികം റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ഫുൾ വർക്കുകൾ നമ്മൾ കർവ്ഡ് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എൻഡും കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ഇൻസൈഡിൽ വരുന്നത് നമ്മൾ കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ 2 സൈഡ് നമ്മൾ കർവ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഈ ഒരു ബെഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് പ്രോ ലിഫ്റ്റഡ് ആണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മതി. അപ്പൊ ഇത് 25 കിലോ 30 കിലോ ഉള്ള ബെഡായാലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു കൈ കൊണ്ട് പൊക്കി കഴിഞ്ഞാൽ സാധനം പൊന്തും. അപ്പൊ നമുക്ക് മാക്സിമം ഈ ഒരു 6 അടി 6 സൈസിൽ ഫുൾ സ്റ്റോറേജ് നമുക്ക് ഇതിൽ കിട്ടും. ബെഡ്ഷീറ്റുകളോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ വെക്കാം. സിമ്പിളായിട്ട് ഈ ഇത്രയും സ്പേസ് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. അപ്പൊ നമുക്ക് ആ ഒരു സ്പേസ് മാക്സിമം നമുക്ക് ഇതിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ ക്ലോസ് ചെയ്യാനായാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ബെഡ് ക്ലോസ് ആയി. സിമ്പിളായിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പൊ അങ്ങനത്തെ രീതിയിലാണ് ഇവിടുത്തെ ബെഡ് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ വന്നിട്ടുള്ളത് 5 ഡോർ കബോർഡാണ്. ഇതിൽ 5 ഡോർ പ്ലസ് ലോഫ്റ്റിംഗ് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഡൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്. അപ്പൊ ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു സ്റ്റൈല് കളറും അതുപോലെ തന്നെ ആ ഒരു വുഡന്റെ ഒരു കളറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫുൾ ബെഡ്റൂമും അതുപോലെ തന്നെ ഫുൾ ഏരിയ നമുക്ക് ഈ 2 കളറിലാണ് നമ്മൾ തീം ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലാറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നമുക്ക് 5 ഡോർ വാർഡ്രോബ്, അതുപോലെ തന്നെ ഇതിൽ 2 ഡ്രോസ് കാര്യങ്ങൾ, മിറർ, അങ്ങനത്തെ പർപ്പസ് എല്ലാം സ്റ്റോറേജ്, അതുപോലെ ലോഫ്റ്റ് അടക്കം നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റഡി ടേബിൾ പർപ്പസ് ഇതിനുള്ള സ്പേസ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ ഫോൾഡിംഗ് ബ്രാക്കറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് കൊടുത്തേക്കാണ്. അപ്പൊ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്ലിപ്പ് അടിച്ച് ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പൊ നമുക്ക് അങ്ങനെ 2 പർപ്പസ് ഉണ്ട്. അപ്പൊ നമുക്ക് മാക്സിമം നോർമൽ സ്പേസിൽ നമുക്ക് മാക്സിമം നമുക്ക് ഇവിടെ ഏരിയ കിട്ടും. എന്നാൽ നമുക്ക് ഇങ്ങനത്തെ ഇതുപോലെ തന്നെ സ്റ്റഡി ഏരിയ പർപ്പസ്, അതല്ലെങ്കിൽ നമുക്ക് റീഡ് ചെയ്യണം അല്ലെങ്കിൽ റൈറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഈ ഒരു സാധനത്തിന്റെ മൾട്ടിപർപ്പസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതാണ് കിഡ്സ് റൂം വരുന്നത്. ഇതുപോലെ കിഡ്സ് റൂമിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇതുപോലെ തന്നെ 3 ഡോർ വാർഡ്രോബ്സ്, അതുപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ തീമിൽ തന്നെയാണ് നമ്മൾ ഇതും ചെയ്തിട്ടുള്ളത്. ഡൗ എന്ന് പറഞ്ഞിട്ടുള്ള കളറും അതുപോലെ തന്നെ ആ ഒരു ബീഡിങ്സ് കാര്യങ്ങൾ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ എല്ലാ റൂമുകളും നമ്മൾ പാറ്റേൺ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലെ പോലെ തന്നെ ഇതും പ്രോ ലിഫ്റ്റിംഗ് ആയിട്ടുള്ള ബെഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഏരിയ സ്പേസ് കുറവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുള്ളൂ. വാൾ മൗണ്ടഡ് ആയിട്ട് ഒരു സൈഡ് ടേബിളും അതുപോലെ തന്നെ ഇത് 2 സൈഡിലും സൈഡ് ടേബിൾ കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ ഒരു സൈഡിൽ സൈഡ് ടേബിളും മറ്റു സൈഡിൽ നമ്മൾ ചെറിയ സ്റ്റഡി ഏരിയയും കൂടിയൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ടേബിളാണ് നമ്മൾ ഇതിലും കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ എഡ്ജും നമ്മളിങ്ങനെ കർവ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് കട്ടിൽ വന്ന് എണീക്കുമ്പോൾ ഒക്കെ തട്ടാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗവും നമ്മൾ കർവ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. അതുപോലെ 2 ഡ്രോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇതിനോട് മാച്ച് ചെയ്യാവുന്ന രീതിയിലായതുകൊണ്ട് തന്നെ ഇൻബിൽഡ് ആയിട്ട് നിൽക്കും. ഇത് സ്റ്റഡി ഏരിയയും കോട്ടിന്റെ ഹെഡ് പാനലൊക്കെ ഇൻബിൽഡ് ആ ഒരു പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ഇതും ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗവും ഈ നമ്മൾ മാക്സിമം സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ വേറെ സ്പേസുകൾ കാര്യങ്ങളില്ല. മാക്സിമം ആ ഒരു സ്പേസിനെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇത് ഗസ്റ്റ് റൂമാണ്. അപ്പൊ ഗസ്റ്റ് റൂമിൽ നമ്മൾ എൻട്രൻസിൽ ആ ഒരു സ്പേസിലാണ് നമ്മൾ ഇതിന്റെ വാർഡ്രോബ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. 3 ഡോർ വാർഡ്രോബ്, അതുപോലെ തന്നെ ലോഫ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇൻസൈഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കോട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്റ്റഡി ഏരിയ പർപ്പസ്. ഇതും നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഈ ഒരു റൂം ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റഡി ഏരിയ, പിന്നെ അതുപോലെ തന്നെ കോട്ട്, ഒരു വാർഡ്രോബ് കാര്യങ്ങൾ. അതാണ് നമ്മൾ ഈ ഒരു റൂമിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്ലാറ്റില് ബാൽക്കണി ഏരിയ എല്ലാത്തിലും ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ ബാൽക്കണി ഏരിയനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചൂല്, അതുപോലെ തന്നെ മോപ്പ് സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് മെയിൻ ആയിട്ട് ആവശ്യമാണ്. നമുക്ക് ഫ്ലാറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അത്രയധികം സാധാരണ കോമൺ വീടുകളിൽ ചെയ്യുന്ന പോലുള്ള സ്പേസുകൾ ഉണ്ടാവില്ല. നമ്മൾ ആ ഒരു സ്പേസിന് നമ്മൾ ഒരു ചെറിയൊരു സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു 10 സെന്റിമീറ്റർ ഡെപ്തിലുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്പേസിൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ വെക്കാനായിട്ട് മോപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതില് മോപ്പ് കാര്യങ്ങള്, സാധനങ്ങള്, ചൂലുകള്, അതുപോലെ ബ്രഷുകൾ കാര്യങ്ങള്, അതുപോലെ നമ്മുടെ ഡിറ്റർജന്റിന്റെ സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. ഈ ഒരു ചെറിയൊരു സ്പേസിലടക്കം നമുക്ക് മാക്സിമം സ്പേസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഏരിയയാണ് കിച്ചൺ. ഈ ഒരു കിച്ചൺ എന്ന് പറഞ്ഞ ഒരു എൽ ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു കിച്ചൺ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ ഹുഡ് ഹോബ് കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു സ്പേസ് നമ്മൾ മാക്സിമം എടുത്തിട്ടുണ്ട്. ഇതാകെ നമുക്ക് സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ സാധാരണ വീട്ടിൽ വർക്ക് ഏരിയക്ക് വരുന്ന സ്പേസ് ആണ് നമ്മൾ ഇവിടെ ഉള്ളത്. പക്ഷെ എന്നാലും നമുക്ക് ഒരു കിച്ചൻ്റെതായിട്ടുള്ള എല്ലാ സ്പേസ് മാനേജ്മെന്റും നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് ആകെ 8 അടി ലെങ്ത്തും 10 അടി നീളം ആകുള്ളൂ. 80 സ്ക്വയർ ഫീറ്റ് വരുന്നുള്ളൂ കിച്ചൺ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു. ഇതിൽ നമുക്ക് ഹുഡ് ഹോബ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിലിപ്പോ നമുക്ക് ആക്സസറീസുകൾ, കട്ട്ലറി, അതുപോലെ തന്നെ ഇതില് പ്ലെയിൻ ഡ്രോവറുകൾ, അതുപോലെ തന്നെ ഇത് പ്ലേറ്റ് വയ്ക്കാനുള്ള സ്പേസസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ആക്സസറീസ്, ഇത് ഡ്രോസ് സ്പേസ് കാര്യങ്ങൾ, കോർണർ യൂണിറ്റുകൾ, അതുപോലെ തന്നെ വോളിലായിരിക്കും നമ്മൾ ഫുള്ളായിട്ട് സ്പേസ് ചെയ്തേക്കാം. അതായത് നമുക്ക് ഹുഡ് ഹോബിന്റെ സ്പേസ് എടുത്തു. ഇതുപോലെ ഇതിനൊക്കെ വോൾ ഹൈറ്റ് നമുക്ക് സാധാരണ 60 സെന്റിമീറ്റർ നമ്മൾ കൊടുക്കാറ്. ഇത് 80 സെന്റിമീറ്ററാണ് നമ്മൾ ഇതിന്റെ സ്പേസ് കൊടുത്തേക്കണം. അതുപോലെ തന്നെ ലോഫ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ചിമ്മിനിന്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ ബിൽറ്റിനായിട്ട് പോയേക്കണം. അപ്പൊ നമുക്ക് അതും കാര്യങ്ങൾ കാണില്ല. പക്ഷെ നമുക്ക് മാക്സിമം സ്പേസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ബിൽറ്റിൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ചെറിയ 2 ഷെൽഫ് കാര്യങ്ങൾ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സബോള, ഉള്ളി കാര്യങ്ങളൊക്കെ വയ്ക്കാവുന്ന രീതിയിൽ ഒരു ചെറിയൊരു മിനിമൽ ആയിട്ടുള്ള ഒരു വിക്ര പോലത്തെ നമുക്ക് എയർ പാസേജ് കിട്ടാവുന്ന രീതിയിൽ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ അതുപോലെ തന്നെ സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ നമ്മൾ ഒരു സ്റ്റോറേജ് സ്പേസ്, അതുപോലെ ഇതിന്റെ മുകളിൽ നമ്മൾ ലോഫ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാക്സിമം നമ്മൾ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കിച്ചണിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് സ്ലാബിന്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വാൾ യൂണിറ്റ്, ഇതുപോലെ GTPT കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്ലാസ് ഡോർ ആയിട്ട് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസിൽ മാക്സിമം നമ്മൾ കവറേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മാക്സിമം സ്പേസ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ സ്പേസ് മാനേജ്മെന്റിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു സ്പേസ് പോലും നമുക്ക് വേസ്റ്റ് ആയി പോകില്ല. മാക്സിമം നമ്മൾ കവറേജ് ചെയ്തിട്ട് എടുക്കും. അതുപോലെ തന്നെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ 3D കാര്യങ്ങളൊക്കെ ചെയ്ത് ഉള്ള സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ബഡ്ജറ്റ് കുറച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ ഒരു 8 lakhs ആ ഒരു റേഞ്ചിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. കിച്ചണും അതുപോലെ തന്നെ കബോർഡുകൾ, കോട്ട്, സൈഡ് ടേബിളുകൾ, പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, അതുപോലെ തന്നെ നമുക്ക് സ്റ്റഡി ടേബിളുകൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, ക്രോക്കറി, പ്രയർ യൂണിറ്റ്, അതെല്ലാം ഇൻബിൽറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയായിട്ട് ബന്ധപ്പെടാം.